കേരള സർവകലാശാലയിൽ ചാൻസലറുടെ പിന്തുണയിൽ വൈസ് ചാൻസലർ നടത്തുന്നത് സാമ്പത്തിക ധൂർത്താണെന്ന പരാതികളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്നത്. ഇതിനായി ഇക്കണോമിക്സ് വിഭാഗത്തിന്റെ ബോർഡ് ഓഫ് സ്റ്റഡീസിൽ നിയമവിരുദ്ധമായി സംഘപരിവാർ പ്രതിനിധിയെ നിയമിച്ചു. ഫണ്ടുകൾ സിൻഡിക്കേറ്റ് അനുമതിയില്ലാതെ വകമാറ്റി നൽകാൻ ഉത്തരവിറക്കി. സർവകലാശാലയെ കടുത്ത പ്രതിസന്ധിയിലേക്ക് എത്തിക്കുന്ന നടപടിയാണ് ഇവയെല്ലാം. സിൻഡിക്കേറ്റ് അംഗങ്ങളാണ് വൈസ് ചാൻസലറിനെതിരെ പരാതി ഉന്നയിച്ചിരിക്കുന്നത്. ഉയർന്ന അക്കാദമിക് നിലവാരമുള്ള സർവകലാശാലയെ RSS വൽക്കരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് VC-യുടെ ചുമതലയുള്ള ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ. ചാൻസലറെ കൂട്ടുപിടിച്ച് അദ്ദേഹം നിയമവിരുദ്ധ നീക്കം നടത്തുകയാണെന്ന് സിൻഡിക്കേറ്റ് അംഗം G മുരളീധരൻ പറഞ്ഞിരുന്നു. നിയമവ്യവസ്ഥയെ നോക്കുകുത്തിയാക്കി RSS താൽപര്യം അനുസരിച്ച് പ്രവർത്തിക്കുന്ന VC-ക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കാനാണ് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ തീരുമാനം. VC അക്കാദമിക് വിരുദ്ധരുടെ കയ്യിലെ പാവ ആകരുതെന്നും അംഗങ്ങൾ പറയുന്നു. 2022 ഒക്ടോബർ മുതൽ VC-യുടെ ചുമതല വഹിക്കുന്ന മോഹനൻ കുന്നുമ്മൽ കേരളയിൽ മാസത്തിൽ 5 ദിവസമെങ്കിലും മുഴുവൻ സമയവും ചെലവാക്കിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. സർവകലാശാലയുടെ വികസനത്തിലും അക്കാദമിക് വളർച്ചയിലും VC ബോധപൂർവ്വം തടസ്സം സൃഷ്ടിക്കുന്നു. സർവകലാശാല സെനറ്റ്, അക്കാദമിക് കൗൺസിൽ, സിൻഡിക്കേറ്റ് എന്നീ സമിതികൾ നിയമവും ചട്ടവും പാലിച്ച് സമയബന്ധിതമായി കൂടുന്നതിലും തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിലും ഗുരുതര വീഴ്ചയാണ്. 68 വയസ്സുള്ള 10 വർഷത്തെ പ്രൊഫസർഷിപ്പോ PhD-യോ ഇല്ലാത്ത മോഹനൻ കുന്നുമ്മലിനെ സർവകലാശാല ചട്ടത്തിന് വിരുദ്ധമായി നിയമിച്ചതിന് പിന്നിൽ വിദേശ വിദ്യാഭ്യാസ ലോബികളുടെ ഗൂഢാലോചനയുണ്ടെന്ന് സിൻഡിക്കേറ്റ് അംഗങ്ങൾ കൂട്ടിച്ചേർക്കുന്നു. ഗവർണർക്കും ഗവർണറുടെ നോമിനിയായ VC-യുടെ ഏകാധിപത്യ നിലപാടിനെതിരെയും കടുത്ത വിമർശനമാണ് ഉയർന്നത്. ഗവർണറുടെ പരിപാടി ബഹിഷ്കരിക്കാനും സിൻഡിക്കേറ്റ് അംഗങ്ങൾ തീരുമാനിച്ചിരുന്നു. 15 ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങളും പരിപാടി ബഹിഷ്കരിക്കും. ഗവർണർ നടത്തുന്ന കാവ്യവൽക്കരണം, സർവകലാശാലകളെ തകർക്കുന്ന നിലപാട് എന്നിവയിൽ പ്രതിഷേധിച്ചാണ് പരിപാടി സിൻഡിക്കേറ്റ് അംഗങ്ങൾ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചത്. അതിനിടെ 2 വർഷത്തിനിടെ ആദ്യമായി സർവകലാശാലയിൽ എത്തിയ ഗവർണർക്കെതിരെ ക്യാമ്പസിൽ വൻ പ്രതിഷേധമുയർന്നു. VC നിയമനങ്ങളിൽ ഗവർണർ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കുന്നുവെന്നും സ്വന്തം നിലയിൽ സെനറ്റ് അംഗങ്ങളെ നിയമിക്കുന്നതിനെതിരെയുമാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചത്. സർവകലാശാലകളിൽ ഗവർണറുടെ നേതൃത്വത്തിൽ കാവ്യവൽക്കരണം നടത്തുന്നുവെന്നും സർവകലാശാലയിലെ SFI യൂണിയനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്നും തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാട്ടി. സർക്കാരിനോടും ഇടതു വിദ്യാർത്ഥി സംഘടനകളോടുമുള്ള ഏറ്റുമുട്ടലിനിടെയാണ് ഗവർണർ സർവകലാശാലയിൽ എത്തിയത്. ആഗോള പ്രശ്നങ്ങളും സംസ്കൃത വിജ്ഞാന വ്യവസ്ഥയും എന്ന വിഷയത്തിലാണ് ത്രിദിന ശില്പശാല. ഗവർണറെ ഉദ്ഘാടകനായി ക്ഷണിക്കാൻ തീരുമാനിക്കുന്ന ഘട്ടത്തിൽ തന്നെ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസ വിചക്ഷണൻ എന്ന നിലയിലാണ് ഗവർണറെ ശില്പശാല ഉദ്ഘാടകനായി ക്ഷണിച്ചിട്ടുള്ളതെന്നാണ് കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ പറഞ്ഞത്. മന്ത്രിയെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് ഒഴിവാക്കിയതിനെ കുറിച്ചുള്ള ചോദ്യത്തിനാണ് ഇങ്ങനെ മറുപടി നൽകിയത്. പൂർണ്ണമായും അക്കാദമിക് വിദഗ്ധർ പങ്കെടുക്കുന്ന ശില്പശാല ആണിതെന്നും ഗവർണറുടെ സന്ദർശനം പ്രതിഷേധത്തിന് ഇടയാക്കുമെന്ന് കരുതുന്നില്ലെന്നും മോഹനൻ കുന്നുമ്മൽ പറഞ്ഞിരുന്നു.